100% സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിലെ നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പിന്തള്ളപ്പെടുന്നു. 100% സാക്ഷരത. ഈ സാക്ഷരതയുടെ മാനദണ്ഡം എന്താ? അവനവന്റെ പേരെഴുതി ഒപ്പിടാൻ കഴിഞ്ഞാൽ സാക്ഷരത. അത് അക്ഷരം എന്താണെന്നറിയാതെ ചിത്രം വരയ്ക്കണ പോലെ എഴുതിയാലും സാക്ഷരന. ഉത്തരക്കടലാസിൽ ചോദ്യത്തിന്റെ നമ്പർ ഇട്ടാലും നമ്പർ ആണോന്ന് തോന്നിപ്പിക്കുന്ന പോലെ എഴുതിയാലും A+. നാളൊരു കൂട്ടര്, സ്വാമി ഫുൾ A+ കിട്ടിയ കുട്ടികളെ അഭിനന്ദിക്കാൻ ഒരു യോഗം ഉണ്ട്, സ്വാമി അതിന് വരുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തോറ്റ കുട്ടികളെ ആരെങ്കിലും അഭിനന്ദിക്കണ്ടെങ്കിൽ ഞാൻ അതിന് വരാം. കാരണം അവർക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നണത്. ഇതെന്താണത്? ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടിക്ക് 4 അക്കം കൂട്ടാൻ വയ്യ. ഇംഗ്ലീഷിൽ A+ കിട്ടിയ കുട്ടിക്ക് ഒരു വ്യാകരണ തെറ്റില്ലാതെ ഒരു വാചകം എഴുതാൻ വയ്യ. എന്തിനു കുട്ടിയുടെ വിഷയം പറയണ? പോസ്റ്റ് ഗ്രാജുവേറ്റിന് വയ്യ, പിന്നെയല്ലേ? എങ്ങോട്ടാ നമ്മൾ പോണത്? താണ് വരുന്നു. പക്ഷെ നമ്മള് ഒരു 10-30 കൊല്ലം മുമ്പുള്ള അഭിമാനം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. കേരളമാണ് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നതെന്ന്. പോയി നോക്കൂ മറ്റു സംസ്ഥാനങ്ങളിലൂടെ. വലിയ പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UP-യോ രാജസ്ഥാനോ ഗുജറാത്തോ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടോ കർണാടകോ ഒക്കെ പോയി നോക്കൂ. ഒരു 30 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന്. വിദ്യാഭ്യാസത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കുന്നു. ഉന്നത നിലവാരമുള്ള സർവകലാശാലകൾ, ഉന്നത വിദ്യാലയങ്ങൾ, ഇവിടെ 100-ൽ 100 മാർക്ക് മേടിക്കും. അവസാനം മത്സര പരീക്ഷകളിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കേണ്ടുന്ന അഭിമുഖങ്ങളിൽ എത്തുമ്പോഴോ പരാജയപ്പെടുന്നു. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം പോലും ഇല്ലാത്തവരായി പോകുന്നു നമ്മുടെ മക്കള്. വളരെ ഖേദകരമാണ്. വന്നു ചേർന്ന രോഗങ്ങളെ അടിമുടി മാറ്റിയാലേ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ നേരെയാക്കി കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ ആപത്കരമാണ്. ചിന്തിക്കുക. അതുകൊണ്ട് ഇനിയും ഉപ്പുപ്പാക്കേർ ആനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണ്ട് വലിയ നിലവാരമൊക്കെ ഉണ്ടായിരുന്നു കേരളം, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അത് ഇപ്പോഴും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല. അച്ഛനമ്മമാര് മക്കളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. വ്യാപകമായി ഇന്ന് കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറമെ പോയിട്ടാണ് പഠിക്കുന്നത്. ഈ ഇരിക്കുന്നവർ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ. അവിടെ കൊളത്തൂർ ഗ്രാമത്തിലാണ് അദ്വൈതാശ്രമം. കൊളത്തൂർ ഗ്രാമത്തിൽ നിന്ന് തന്നെ എത്രയോ നമ്മുടെ മക്കള് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നത്. ഡൽഹിയില്, പഞ്ചാബില് എത്രയോ പേര്. പറച്ചില് നമ്മള് നമ്പർ 1 പറച്ചില്. അത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, മിക്കവാറും മേഖലകളിൽ. മെഡിക്കൽ കെയറിൽ, വൈദ്യ ശുശ്രൂഷ രംഗത്ത് നമ്മൾ നമ്പർ 1. പക്ഷെ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷത്തുള്ളവരായാലും ഒക്കെ ചികിത്സയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ പോണതാ കാണുന്നത്. അതെന്തിനാ? ഇവിടെ നമ്പർ 1 ഇങ്ങോട്ട് വരികയല്ലേ വേണ്ടത്? ഒന്നുകിൽ നമ്പർ 1 ആണെന്ന് പറയണത് നിർത്തുക, അല്ലെങ്കിൽ പുറത്തു പോകണത് നിർത്തുക.
രണ്ടും കൂടി നടക്കില്ല. അപ്പോ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? ശ്രദ്ധിച്ചേ മതിയാവും. അതിന് വളരെ ഉചിതമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. പുതിയ നവീന വിദ്യാഭ്യാസ പദ്ധതി. 6ാം ക്ലാസ് ആവുമ്പോഴത്തേക്ക് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത പഠന പദ്ധതിയിലേക്ക് പ്രവേശിക്കാം. അപ്പൊ തൊഴിലധിഷ്ഠിതമായ ഒരു കുട്ടിയുടെ വാസന ഏതാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ ഉതകുന്ന പദ്ധതികൾ. 8ാം ക്ലാസ് ആവുമ്പോഴത്തേക്ക് വ്യക്തമായി ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കാൻ തുടങ്ങുന്നു. 11ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവനവൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് സ്വീകരിക്കാനുള്ള അധികാരമുണ്ടാവും. അവനവൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് സ്വീകരിക്കാൻ ചിന്തിക്കുക. ആ രീതിയിൽ വരുമ്പോ ഈ ഗതാനുഗതിക സ്വഭാവത്തിൽ പോകുന്നത് മാറും. മനസ്സിലാക്കുക. അതിന് കേരളം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല. പോരെ? ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റു സംസ്ഥാനങ്ങൾ പലതും നടപ്പിലാക്കി അതിന്റെ പരിവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ചുരുങ്ങിയ കൊല്ലായിട്ടേ ഉള്ളൂ അതിന്റെ പരിവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് നടപ്പിലാക്കില്ല എന്നാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറി നാഷണൽ ലിസ്റ്റിൽ വന്നാലേ രക്ഷയുള്ളൂ. അതിനുതകുന്ന പരിവർത്തനം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്. നദി, വിദ്യാഭ്യാസം തുടങ്ങിയവ ദേശീയ വിഷയമാക്കി മാറ്റിയാൽ വലിയ പരിവർത്തനം നമ്മുടെ നാട്ടിൽ വരും. ശ്രദ്ധിക്കുക. രക്ഷിതാക്കളെ ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കണ്ടേ? തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞത്, ധാരാളം പേര് എവിടെയാണോ അവർ വിചാരിക്കുന്ന വിദ്യ ലഭിക്കുന്നത് അങ്ങോട്ട് മക്കളെ പറഞ്ഞയക്കുന്ന അവസ്ഥയുണ്ടെന്ന്. മെഡിസിൻ, എഞ്ചിനീയറിംഗ് മാത്രമല്ല ഉന്നതമായ തൊഴിലെന്നും ഇന്നലെ സ്വാമിജി പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞ ക്ഷേമരാഷ്ട്രത്തിലേക്ക് മറ്റുള്ള പല ഔദ്യോഗിക തലങ്ങളിലും ധാരാളം പേർ എത്തേണ്ടതുണ്ട്. അത് കൈയടക്കാൻ രാജ്യത്തിലെ മറ്റ് ആന്തരിക ശക്തികൾ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഹൈന്ദവ രക്ഷിതാക്കളെ ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടേ? ഈ അവസ്ഥയെ മാറ്റിമറിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഇവിടെ മനസ്സിലാക്കേണ്ടത് മെഡിസിൻ, എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇന്ന് വലിയൊരു, വിശേഷിച്ച് കേരളത്തിൽ കാണുന്ന വലിയൊരു അപചയം, നമ്മുടെ മക്കള് ഒഴുക്കിൽപ്പെടുകയാണ്. ഒഴുക്കിൽപ്പെടുന്നു. ഏറ്റവും ഖേദകരമായിട്ടുള്ള വിഷയമാണ്. ഏറ്റവും നല്ല മാർക്ക് വാങ്ങി 10ാം ക്ലാസ് പാസ്സാവുന്ന കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്ത് മാത്രം പഠിക്കുക, എന്നിട്ട് നീറ്റിന് പോവുക. അതിന് കിട്ടിയില്ല വെച്ചാൽ ഉടനെ റിപ്പീറ്റ്. നാളെ ഒരു കുട്ടികളെ ഞാൻ ചോദിച്ചു, എന്താ മോളെ പഠിക്കണത്? ഞാൻ റിപ്പീറ്റ്. അങ്ങനെ കോഴ്സ് ഉണ്ടോ? അതെന്ത് കോഴ്സ്? എനിക്ക് മനസ്സിലായില്ല. റിപ്പീറ്റ്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, എന്താന്ന് മനസ്സിലായില്ല മോളെ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നീ എന്താ പറയണത് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്താ നിന്റെ കോഴ്സ്? വീണ്ടും കുട്ടി പറഞ്ഞു റിപ്പീറ്റ് എന്ന്. എന്താ ചെയ്യാ? അങ്ങനെ 3-4 പ്രാവശ്യം അതിന് പോയി. അവസാനം ഒരു ഗത്യന്തരം ഇല്ല. അപ്പൊ വേറെ വല്ല സ്ട്രീമിലേക്കും പോവുകയായി. ഈ ഒഴുക്കിൽപ്പെട്ടവരാവാതെ ഏതിലാണ് തൻ്റെ വാസന ഉള്ളത്, ഏത് പഠിക്കാനാണ് തനിക്ക് കഴിവുള്ളത്, എന്തിനെയാണ് താൻ ലക്ഷ്യമാക്കുന്നത്, ഈ കാഴ്ചപ്പാടോടുകൂടി പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടാവണം. എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല ജേർണലിസ്റ്റുകൾ ഉണ്ടാവും, എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും, എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല കച്ചവടക്കാരുണ്ടാവും, എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല കൃഷിക്കാരുണ്ടാവും, എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല സന്യാസിമാരുണ്ടാവും. അതും വേണ്ടേ? വേണ്ട? വേണം, നിർബന്ധമായിട്ടും.
പിന്നെ നമുക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ വേണം, സിവിൽ സർവൻസ് വേണം, അഡ്വക്കേറ്റ്സ് വേണം, എല്ലാ മേഖലയിലുള്ളവരും വേണം, എല്ലാ മേഖലയിലും. പക്ഷെ ദയവ് ചെയ്ത് കുട്ടികളെ നല്ലതുപോലെ പഠിച്ച് ജോലി വാങ്ങണം എന്ന് പറഞ്ഞ് ആ ഒരു സംസ്കാരം വളർത്താതിരിക്കുക. പഠിച്ച് ഉയരണം. ജോലി കൊടുക്കുന്നവരാകട്ടെ ചെറുപ്പത്തിലെ ആ ബോധം കൊടുക്കണ്ടേ? ഒരു 3-4 മാസം മുമ്പ്, 4 മാസമല്ല, ഒരു 5-6 മാസം മുമ്പ് ഒരു അമ്മയെ പരിചയപ്പെട്ടു. അവര് ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജീരകവും പെരുംജീരകവും ഒക്കെ കൂടിയിട്ടൊരു മുഖവാസ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്, മുഖവാസ്. അപ്പൊ ഈ അമ്മ വീട്ടിൽ മുഖവാസ് ഉണ്ടാക്കി ഏതോ അതിഥികൾക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ നീ ഉണ്ടാക്കിയ മുഖവാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു, കുറച്ച് നന്നായി ഉണ്ടാക്കി, അത് കുറച്ചൊരു ആയി. അങ്ങനെ അയൽ വീട്ടുകാർക്ക് കൊടുക്കാൻ തുടങ്ങി. അവർ ചെറിയൊരു ചില്ലാനം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് കോടികൾ വിറ്റുവരവുള്ള സ്ഥാപനം നടത്തുകയാണ്. കോടികൾ, ലക്ഷങ്ങളല്ല. അവർ ടേൺ ഓവർ കോടികളാണ്, മുഖവാസ് മാത്രം. അവര് 100 കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നു, 100 കണക്കിന് പേർക്ക്. ചിന്തിക്കുക. അതുകൊണ്ട് ചെറുപ്പത്തിലെ പഠിച്ച് ജോലിയാവണം എന്ന് പറയുന്നതിന് പകരം പഠിച്ചുയരൂ, ജോലി കൊടുക്കുന്നവനാകൂ എന്ന് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കൂ. വ്യത്യസ്ത മേഖലകളിലേക്ക് അവർ ഉയരട്ടെ, വ്യത്യസ്ത മേഖലകളിലേക്ക്. ഇവിടെ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. ധാരാളം രാഷ്ട്രീയക്കാർ വളർന്നു വരണം, നമ്മളിൽ നിന്ന് ധാരാളം രാഷ്ട്രീയക്കാർ വളർന്നു വരണം. എല്ലാ മേഖലയിലും ആള് വേണം. അപ്പൊ അതിനുതകുന്ന പദ്ധതിയാണ്, ബോധമാണ് നമ്മൾ ചെറുപ്പത്തിലെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഗതിവിഗതികളെ ശരിയായി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാകണം നമ്മൾ എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു.